രോഗി വരികയും വൈദ്യം ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ആളില്ലാത്തവർക്ക് മടങ്ങി പോവുകയും ചെയ്യേണ്ട അവസ്ഥ വന്നു. അവർക്ക് ഐസിലായി. അപ്പൊ അത്ര വ്യക്തമായി അത്ര കൃത്യമായി എങ്ങനെയാണ് ഈ അന്തർജ്ഞാനം കൊണ്ട് ഒരാളുടെ ആയുസിനെയും അവരുടെ രോഗവിശേഷത്തിന്റെ സമാധാനാന്തരീക്ഷത്തെയും പ്രവചിക്കാനാവുന്നത് എന്ന് സാധനാബലം കൊണ്ട് തന്നെ എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ഇന്ന് ആധുനിക ശാസ്ത്ര വൈദ്യവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പല സങ്കേതങ്ങളിലും ഈ പൗരാണികമായ ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ BAMS ട്രെയിനിങ്ങിന് ഞങ്ങൾക്ക് നമ്മളുടെ ആധുനിക ശാസ്ത്ര പരിചയം വരുത്തേണ്ടതായ സന്ദർഭമുണ്ട്. അപ്പം ഓപ്പറേഷൻ തൃശ്ശൂർ ജനറൽ ആശുപത്രിയില്, അലോപ്പതി ആശുപത്രിയില്, ജനറൽ ഹോസ്പിറ്റലില്, സർജറി തിയേറ്ററില് വാതിലിന്റെ തൊട്ട് മുകളിലായിട്ട് ഓപ്പറേഷൻ ടേബിളിന്റെ മുകളിൽ നിൽക്കുന്ന ഓരോ പ്രവർത്തകർക്കും, അതായത് ഡോക്ടർക്കും നഴ്സുമാർക്കും ഒക്കെ കാണാവുന്ന തരത്തിൽ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഇന്നത്തെ മുന്നിൽ ഫോട്ടോ വരികയാണ്. സുശ്രുതാചാര്യന്റെ ഫോട്ടോ ആണ്. അപ്പോൾ ഇന്ന് ആധുനിക ലോകം ആചരിച്ചുകൊണ്ടിരിക്കുന്ന ആചാര്യസ്ഥാനം ഹിപ്പോക്രറ്റീസിനാണെങ്കിലും ശസ്ത്രക്രിയോപാധികളിൽ ഏർപ്പെടുന്ന വഴികളിലൂടെ യാത്ര ചെയ്യുന്ന വിഷഗ്വരന്മാർ, വൈദ്യശ്രേഷ്ഠന്മാർ അവരുടെ മനോബലത്തിനായിട്ടെങ്കിലും ഒരു ശസ്ത്രക്രിയ എന്നത് രോഗിയെ സംബന്ധിച്ചും വൈദ്യനെ സംബന്ധിച്ചും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, കൃത്യമായിട്ട് പറഞ്ഞാൽ സർജറി കഴിഞ്ഞ് അനസ്തീഷ്യയുടെ ഫലമായി പോയി കഴിഞ്ഞാൽ ആ ഓർഗനിക് വരുമ്പോഴാണ് ഇവിടെ ഈ ശസ്ത്രക്രിയ ചെയ്യുന്ന വിദഗ്ധന് ശ്വാസം നേരിടുന്നത്. ഇതിൻ്റെ ഒരു പഠനം കഴിഞ്ഞ ദശകത്തിൽ നമ്മുടെ നാട്ടിൽ മെഡിക്കൽ മേഖലയിൽ നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ഹൃദയ സംബന്ധമായ രോഗത്താൽ മരണം വരിക്കുന്ന ആളുകൾ ശസ്ത്രക്രിയ വിദഗ്ധരാണെന്നാണ് കണക്കുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കാരണം വെച്ചാൽ വേണ്ട വിധത്തിലുള്ളതായ മനസാന്നിധ്യവും മനധൈര്യവും മനസ്ഥൈര്യവും ആർജിക്കാതെ കടന്നു പോകുന്ന ഒരു ക്രിട്ടിക്കലായിട്ടുള്ള മനസ്സിന്റെ രോഗാവസ്ഥയാണ് അതിന് ആ രീതിയിൽ പ്രശ്നങ്ങളിലേക്ക് ആ വ്യക്തിത്വത്തെ കൊണ്ടെത്തിക്കുന്നത് തന്നെ പറയാം. രോഗിക്ക് ആശ്വാസം പകരുന്നതായ രോഗത്തിന്റെ ശമനത്തെ ഉൾക്കാഴ്ചയോടുകൂടി കാണാനാകുന്ന ഒരു ചികിത്സാ വൈദഗ്ധ്യം ഇന്ന് നഷ്ടപ്രായമായിരിക്കുന്നു തന്നെ പറഞ്ഞുകൊണ്ടാണ് പാരമ്പര്യത്തിന്റെ തനിമയുടെ പ്രസക്തി ഈ പഠന സമ്പ്രദായത്തിൽ കേവലം ഗ്രന്ഥ പരിചയത്തിലുള്ള മാത്രമല്ലാതെ അനുഭവതലത്തിലുള്ള ഒരു പഠന സമ്പ്രദായം വികസിച്ചു വരേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കേരളത്തിൽ അനവധി ആയുർവേദ പഠന സമ്പ്രദായങ്ങളുണ്ട്. അതിൽ വ്യത്യസ്തമായ രീതിയിൽ BAMS ട്രെയിനിങ്, അതായത് ഗ്രാജുവേഷൻ നടത്തുന്ന ഒരേ ഒരു സ്ഥാപനം ഇന്ന് അഷ്ടാംഗമായൊരു കോളേജാണ് കൂറ്റനാട് പട്ടാമ്പി. പ്രസാദിന്റെ ഡോക്ടർ അതിന്റെ തുടക്കകാലത്തോട്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രിൻസിപ്പള് വൈദ്യകുല സമ്പ്രദായത്തില് ഗുരുകുല സമ്പ്രദായത്തിൽ തന്നെയാണ് അവിടുത്തെ പഠന ഉപാധികൾ പോയത്. ഡോക്ടർ രാജു ബോധി ഫാർമസിയുടെ പ്രൊഫസറും തമ്മിൽ ഉണ്ടായ ചെറിയ സ്വകാര്യ സംഭാഷണത്തിൽ വ്യക്തമായൊരു കാര്യം, ഇന്ന് വൈദ്യമേഖല പ്രത്യേകിച്ച് ആയുർവേദ വൈദ്യ വൃത്തി തൊഴിലായി സ്വീകരിച്ചിരിക്കുന്ന BAMS-ഉം MD-യുമായിട്ടുള്ള ഗ്രാജുവേറ്റ്സിന് ശുഷ്കമായി പോയ അറിവിന്റെ തലമായ ദ്രവ്യങ്ങൾ, അതായത് ഔഷധ ദ്രവ്യങ്ങളുമായിട്ടുള്ള പരിചയ രീതി, അതായത് എങ്ങനെ ഒരു മരുന്നിനെ തിരിച്ചറിയാനും അത് വേണ്ട വിധത്തിൽ പ്രയോഗിക്കാനുമായിട്ടുള്ള അറിവിന്റെ തലം നഷ്ടപ്രായമായിരുന്നു. ഒരു ഔഷധം രൂപപ്പെടുത്തുമ്പോൾ അത് ആയുർവേദത്തിന് പ്രത്യേകം പറഞ്ഞ മൂലികകൾ ചേർത്തെടുത്ത് വെച്ചുകൊണ്ട് സംയോജിതങ്ങളായിട്ടാണ് കൂടുതൽ പ്രയോഗങ്ങളുമുള്ളത്. തൈലമായാലും ഘൃതമായാലും കഷായമായാലും ഇത് വൈദ്യയുക്തി പ്രകാരം ഇപ്പൊ ഞാൻ ചികിത്സിക്കുന്ന ഒരു രോഗിയെ ഉപയോഗിക്കുന്ന മൂലികകളുടെ ഒരു സംയോജനമായിരിക്കണമെന്ന് ഡോക്ടർ രാജു ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വേറെ ഉപയോഗിക്കുന്നത്. ഇത് നിശ്ചയമായും ഈ അന്തർജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നതായ ഒരു അറിവിന്റെ തലത്തിലാണ്. ഈ കൂടിയിരിക്കുന്ന വ്യക്തികളിൽ ഇങ്ങനെയുള്ള ഒരു സന്ദർഭം നിങ്ങളുടെ ജീവിതക്രമത്തിലൂടെ കടന്നു പോകുമ്പോൾ, നേരത്തെ ഡോക്ടർ രാജുവും അതിനോട് സംസാരിച്ച ആൾ സൂചിപ്പിച്ചതുപോലെ വൈദ്യ സാന്നിധ്യത്തിൽ
രോഗവിശേഷത്തിന് സമാധാനം ലഭിക്കുമെന്ന ഒരു ആത്മജ്ഞാനം രോഗിക്കുണ്ടാകേണ്ടതുണ്ട്. ഈ നാഡീപരിശോധന പഠിക്കുവാനായിട്ട് നമ്മളെ പരിശീലിപ്പിക്കുവാനായിട്ട് ഒരു അധ്യാപകൻ നമ്മളോട് പറഞ്ഞു തന്ന പ്രധാന കാര്യം, നാഡീപരിശോധനയ്ക്ക് മുൻപ് രോഗിയും വൈദ്യനും ഒരുപോലെ ആ ഒരു ലക്ഷ്യത്തിൽ ധ്യാനനിമഗ്നരായി ഇരുന്നു കൊണ്ട് വേണം രോഗത്തെക്കുറിച്ച് അന്വേഷിക്കാനും രോഗത്തിന്റെ കാരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും. ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ സമയം ഉപകരിക്കുന്നു. ഡെൻമാർക്കില് ഏകദേശം 25 വർഷത്തോളം ഗൈനക്കോളജിയിൽ, അതായത് പ്രസവ സംബന്ധമായ ചികിത്സകൾ നടത്തിയിരുന്ന ഒരു ലേഡി ഡോക്ടറാണ് ഞങ്ങൾ ഈ ഒരു ശാസ്ത്രം പരിചയപ്പെടുന്നത്. നാഡീശാസ്ത്ര പരിശോധന പഠിപ്പിക്കാനായിട്ട് ഞാനുള്ള യാദൃശ്ചികമായിട്ട് ഞങ്ങളുടെ ഡോക്ടർമാരുടെ സംഘത്തിൽ എത്തിച്ചത്. 25 വർഷത്തെ ചികിത്സ പരിചയ കാലത്ത് ഉണ്ടായ തിരിച്ചറിവുകൊണ്ട് അവർ ആ പദ്ധതി ഉപേക്ഷിച്ച് അലോപ്പതി ചികിത്സ വേണ്ടാന്ന് വെച്ചിട്ട് ആയുർവേദം പഠിക്കുവാനും ശേഷിക്കുന്ന കാലത്ത് ആയുർവേദ പരിശോധന ചികിത്സ തുടങ്ങിയ കാര്യങ്ങൾ തുടരുകയും ചെയ്തു. ആ കാലത്താണ് ഞങ്ങളോട് വരാനിടയായത്. പിന്നെ ഞങ്ങൾ പഠിക്കാനായിട്ട് സാഹചര്യം. അപ്പോൾ ഞങ്ങളെ പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങളിൽപ്പെട്ട തൃശ്ശൂർ സ്പോർട്സ് ആയുർവേദയുടെ പ്രധാനപ്പെട്ടതായ ഡോക്ടർ CL വെല്ലുമാറിന്റെ നാഡി പരിശോധിച്ചുകൊണ്ടാണ് പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു രോഗലക്ഷണവും രോഗകാരണവും വിശദീകരിച്ചു. രോഗലക്ഷണം വയറിന് അസ്വസ്ഥതയാണ്. അവരുടെ ഡോക്ടർ സൂചിപ്പിച്ച അഗ്നിയുടെ ബലത്തിലുള്ള തകരാറുകൊണ്ട് അവർക്ക് ദഹനക്കേട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു ഡോക്ടറാണെന്ന് ആലോചിക്കണം. അപ്പൊ അതിന് കാരണം പറഞ്ഞതാണ് ഏറ്റവും സവിശേഷമായ ശ്രദ്ധ ഉണ്ടായ ഞങ്ങളുടെ ഒക്കെ ശ്രദ്ധ പോയ കാര്യം, ജോലിത്തിരക്ക് കഴിയില്ല. അതുകൊണ്ട് മാത്രമല്ല പ്രശ്നം ഉണ്ടായത്. ഈ ഡോക്ടർ പറഞ്ഞ അടുത്ത കാര്യം ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അത്ഭുതമായി തോന്നിയത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടറും ഡോക്ടറുടെ ഭാര്യയുമായി ഒരുപാട് തർക്കം ഉണ്ടാവുകയും ആ തർക്കത്തിനെ തുടർന്ന് മനസ്സംഘർഷം വരികയും അതിനടിസ്ഥാനമായിട്ടാണ് ഈ വയറിന്റെ അഗ്നിയുടെ മാറ്റമുണ്ടായതെന്നാണ് അവിടെ നേരിട്ടുള്ള ഒരു സന്ദർശനം എൻ്റെ വീട്ടിലേക്ക് യാദൃശ്ചികമായിട്ട് ഞാൻ ഇവിടെ വരുന്ന വേളയിൽ ഉണ്ടാകാനും അടുത്ത് കഴിയാനൊക്കെ വന്നതിൽ നിന്ന് ഉണ്ടായ ഒരു ഉത്ബോധനമാണ് ഇങ്ങനൊരു സന്ദർഭത്തിൽ ഇവിടെ എത്തിച്ചേരുവാനായിട്ടുള്ള അവസരം ഒരുക്കിയതെന്നുള്ള ഓർമ്മയോട് കൂടിയിട്ട് ആ ഗുരുപാദങ്ങളിൽ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ആരോഗ്യവും ശാസ്ത്രബോധത്തിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് വ്യക്തിയുടെ വികസിത ബോധത്തിലെത്തിയിട്ട് അല്ലേ. ഇനി അടുത്ത വിഷയം ഡോക്ടർ ഹാനുമാനെ കുറിച്ചിട്ടാണ്. ഡോക്ടർ പ്രവീൺ ദാസ്. പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടിയാലുള്ള പെട്ടെന്ന് സംഭവം. പക്ഷെ ഞാൻ ആലോചിച്ചപ്പോ എന്തുകൊണ്ട് 80കളില് രാജീവ് ആയിട്ടുള്ള ബന്ധം ആയുർവേദ കോളേജില് ഹോസ്റ്റലിൽ പോയിരുന്ന് സംസാരിക്കും. ലോകത്ത് കഴിയേണ്ട എന്താ പറയാ മാറ്റങ്ങളെ കുറിച്ച് 80 സംസാരിക്കുന്നു. അതിനുശേഷം ഹോമിയോപ്പതി കോളേജിലേക്ക് രാജീവിന്റെ നിർദ്ദേശിക്കുന്ന ചില ആൾക്കാരുടെ സംവാദങ്ങൾ അതിന് വഴിമാറി പോകുന്നതിന്റെ ഭാഗമായിട്ട് നിത്യമായിട്ടുള്ള സംഭാഷണം. അവസാന കാലത്ത് നിത്യയുടെ വലിയ സ്വപ്നമായിരുന്നു എല്ലാ വൈദ്യശാസ്ത്രങ്ങളും കൂടി ഒന്നിച്ച് മാനസിക വിഭ്രാന്തിയുള്ള ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കാര്യം. അതിന്റെ ഭാഗമായിട്ടുണ്ടായ കത്തുകുട്ടി. അപ്പൊ അതിന്റെ അവസാന ഭാഗത്ത് എഴുതിയ ഒരു സെന്റൻസ് ആണ് ഓർമ്മ. ഹോമിയോപ്പതി ഡോക്ടർ ഇങ്ങനെ അപ്പൻഡിസൈറ്റിസ് ചികിത്സിക്കുന്നു, ടോൺസിലൈറ്റിസ് ചികിത്സിക്കുന്നു എന്ന് മാറ്റിയിട്ട് വർക്ക് ചെയ്യുകയും മാതൃകയും ചികിത്സിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഉയരണം എന്ന് പറയുന്ന വാക്കാണ് ഓർമ്മയുള്ളത്.
പക്ഷേ ഭാഗ്യവശാൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റും വർഗീസ് ഉണ്ടോ, തോമസ് ഉണ്ടോ, അല്ലെങ്കിൽ മാധവൻ ഉണ്ടോ, അങ്ങനെ വാർഡ് നമ്പറും ഓരോ നമ്പറും മാത്രമേ കാണുകയും അതിൽ ഒരു പ്രത്യേക അവയോഗ്യക്ക് ഉയരുകയോ താഴുകയോ ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യത്തെ വെച്ചിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഒരു എല്ലാവർക്കും പരിചയമുള്ള സിനിമ ഉണ്ടാവും, തിലകന്റെ കണക്കാണ് എന്താണെന്ന് പറഞ്ഞ സ്ഫടികം. അതില് ഞാനൊരു ചെറിയ സംശയം കിട്ടോട്ടെ, 0 തൊട്ട് 9 വരെയുള്ള അടിസ്ഥാനം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഖ്യ ഏതാണ്? 0. ഞാൻ പറയുന്നത് 7ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം 7 നാദങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് 8ാമത്തെ ശ്രുതി നമുക്ക് കിട്ടാം. 7 മുദ്രകൾ. അങ്ങനെ 7ന്റെ ഒരു പലപ്പോഴും 7ന്റെ പ്രാധാന്യം ഹോമിയോപ്പതി രംഗത്ത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഉദാഹരണം 7 നിയമങ്ങളാണ് ഹോമിയോപ്പതിയുടെ അടിസ്ഥാനത്തിൽ നേരിടാൻ. വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം ചികിത്സയിൽ എല്ലാവിധ സൗഭാഗ്യങ്ങൾക്കും ഉണ്ടാകാൻ സാധ്യതപ്പെട്ടപ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെ ഒരു വിടുതി കൊടുത്തിട്ട്, അതായത് അദ്ദേഹത്തിന് 9 ആരോ കൊല്ലപ്പെട്ടു, അതൊന്നും അറിയില്ല അദ്ദേഹം. ഇതെല്ലാം കാരണം ഈ ശാസ്ത്രത്തെ വിശ്വസിക്കുകയും ആ ശാസ്ത്രത്തിന്റെ പ്രചാരകനായിട്ട് വീടും നാടും വിട്ട് യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥയിലൂടെ പോകുമ്പോൾ മുറുകെ പിടിക്കുന്ന മൂല്യങ്ങളുണ്ട്. അത് 7 എണ്ണമാണ്. ഇത് പ്രധാനമായിട്ട് മനുഷ്യരിൽ പ്രയോഗിക്കുന്ന മരുന്നുകളെല്ലാം തന്നെ അത് മൃഗത്തിലോ മറ്റു ജീവികളിലോ അല്ല ചെയ്യുന്നത്, അത് മനുഷ്യരിൽ തന്നെയാണ് പ്രയോഗിക്കുന്നത്. തിരിച്ചുകൊണ്ടായ കാലത്തിലാണ് ഹോമിയോപ്പതിയുടെ തുടങ്ങുന്നത്. എല്ലാവർക്കും അറിയാം, പാരമ്പര്യ അസുഖത്തിനുണ്ടായ ഒരു പ്രത്യേക മരുന്ന് അത് കയ്പ് രസമുള്ളതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ശാസ്ത്രബോധം നിർവഹിച്ചിട്ട് രസം ഉണ്ടെങ്കിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട് ഇപ്പോൾ. പക്ഷെ അത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യം അത് ഉത്തരമായിട്ട് അദ്ദേഹം ചെയ്തത് സ്വന്തം ശരീരത്തിലേക്ക് ആ മരുന്ന് വായിലൂടെ കഴിക്കുകയാണ്. അത് എപ്പോഴാണ് മനസ്സിലായത്? അലമ്പരി പോലത്തെ അസുഖങ്ങൾ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ആ അസുഖം ശമിപ്പിക്കാനായിട്ട് അത് സാധിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ലോകത്തെ അവിടുത്തെ സ്വന്തം ശരീരത്തിൽ ഇങ്ങനെ ഒരു പരീക്ഷണം സമൂഹത്തിന് വേണ്ടി നടത്തിയ ആദ്യത്തെ പരീക്ഷണം എന്ന് വേണ്ടി പറയാം. മറ്റു പലതും ആക്സിഡന്റിലാണ്, ഇത് സ്വന്തം ശരീരത്തിൽ നടത്തിയ ഒരു ഡ്രഗ് പ്രൂവിംഗ് ഹ്യൂമൻ ബീങ്. ഇതാണ് ഒന്നാമത്തെ ഒരു തത്വം. രണ്ടാമത് ആദ്യകാലത്ത് ഹോമിയോപ്പതി നേരത്തെ പറഞ്ഞ മാധ്യസത്വമാണ് ഉപയോഗിച്ചത്. പക്ഷേ ഈ മാധ്യസത്തിൽ ഉണ്ടാകുന്ന ആൽക്കലോയിഡ്സ് അല്ലെങ്കിൽ വിഷപദാർത്ഥങ്ങൾ പലപ്പോഴും പ്രശ്നമുണ്ടാകുന്നുണ്ട്. അപ്പൊ ആ വിഷത്തിന്റെ അത് എങ്ങനെ കുറയ്ക്കും, അതിനുള്ള ഊർജത്തെ എങ്ങനെ പുറത്തു കൊണ്ടുവരണം, ഇതിന്റെ അന്വേഷണം 13 വർഷത്തോളം നടത്തി. അപ്പോഴാണ് അദ്ദേഹം പൊട്ടൻറ്റൈസേഷൻ പറഞ്ഞു. അതാണ് സാധാരണക്കാരല്ലാത്ത ശാസ്ത്രത്തിന്റെ കൊടുമുടി കയറിയ